إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവരോടുള്ള പെരുമാറ്റ മര്യാദകളാണ് കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലായി നാം പരിശോധിച്ചു വരുന്നത്. നാം പറഞ്ഞതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അത് മനസ്സിലാക്കുന്ന, റസൂലിനെ പരമാവധി പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് റസൂലിൻ്റെ ഓരോ പെരുമാറ്റ രീതികളും മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നാം എവിടെ നിൽക്കുന്നു എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ ആഴ്ച സ്ത്രീകളോടുള്ള റസൂലിൻ്റെ പെരുമാറ്റ മര്യാദകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു സ്ത്രീ ഒരു വിഷയം പറഞ്ഞാൽ അതിനെ അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുകയും അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കുകയും അവരോട് ബഹുമാനത്തോടുകൂടി തന്നെ പെരുമാറുകയും ചെയ്യുന്ന ഒട്ടനേകം സന്ദർഭങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പെൺകുട്ടികളുടേതടക്കം തീരുമാനങ്ങളെ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അവരെ ഒരു പരിപൂർണ മനുഷ്യരെന്ന നിലക്ക് കണ്ടുകൊണ്ടുള്ള റസൂലിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ
നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ വീടകങ്ങളിലെ പെരുമാറ്റങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അതൊരു പെണ്ണല്ലേ, പെണ്ണിന്റെ അഭിപ്രായമല്ലേ, പെണ്ണു പറഞ്ഞതല്ലേ, അതിനത്രയേ വില കൊടുക്കേണ്ടതുള്ളൂ എന്നെപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഒരു നിലപാടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ റസൂലിലേക്ക് തിരിഞ്ഞു നടന്നുകൊണ്ട് ആ വിഷയം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ മേഖലയിലുമുള്ള റസൂലിന്റെ പെരുമാറ്റ മര്യാദകൾ. അതുപോലെ തന്നെ മറ്റ് ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് റസൂലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വലിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വലിയ ഉന്നതമായ പദവികളിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എത്ര ഉന്നതമായ പദവിയിലാണെങ്കിലും അതിനേക്കാളൊക്കെ ഉയരത്തിലുള്ള പദവിയിൽ ഇരുന്ന ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളോട്, കുട്ടികളോട് ഏത് രൂപത്തെയായിരുന്നു പെരുമാറിയത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, റസൂൽ കുട്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരിൽ ഒരാളായി മാറുന്നത് കാണാൻ സാധിക്കുമെന്നായിരുന്നു. വലിയൊരു പ്രവാചകനാണ്, അതേപോലെ തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനാണ്, സേനാനായകനാണ് എന്ന ഗർവോ അഹങ്കാരമോ അല്ലെങ്കിൽ അഹന്തയോ ഒന്നുമല്ല കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് കാണുക. മറിച്ച് അവരിൽ ഒരാളായിക്കൊണ്ട് അവരുടെ കൂടെ കളിക്കുന്ന, അവരുടെ ആ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് അവരോട് ഇടപഴകുന്ന റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചരിത്രത്തിൽ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരോട്, അവരുടെ കൂടെ ആന കളിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തിന്റെ പ്രവാചകൻ ആനയായി കടന്നു കൊടുക്കുകയാണ്. പാപ്പാന്മാരായിക്കൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ എന്ത് ചെയ്യാണ്? പാപ്പാന്മാരായിക്കൊണ്ട് റസൂലിന്റെ പുറത്ത് കയറിക്കൊണ്ട് ആനയെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്, ഏത് പ്രവാചകനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? ആ പ്രവാചകൻ കുട്ടികളുടെ അടുത്ത് എത്തുമ്പോൾ ഈ രൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു ചര്യയായിരുന്നു അൻസാരികളായ ആളുകളുടെ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വീട്ടിലേക്കും പോകുമ്പോൾ ആ വീടുകളിലുള്ള കുട്ടികൾ റസൂൽ വരുമ്പോഴേക്ക് റസൂലിന്റെ കൂടെ ആ ചുറ്റും കൂടുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നു. ഒരു വലിയ രൂപത്തിൽ അഹങ്കാരത്തോടെയോ ഗർവോടുകൂടിയോ നടക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് കുട്ടികൾ അങ്ങനെ ഓടിച്ചാടി വരില്ല. റസൂൽ ഏത് വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അവിടെയുള്ള കുട്ടികൾ റസൂലിന്റെ കൂടെ കൂടുകയും റസൂലിന്റെ കൂടെ കളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ റസൂൽ ഓരോരുത്തരോടും സലാം പറയുകയും അവരുടെ തലകളിൽ കൈ വിരലോടിച്ചുകൊണ്ട് ബറക്കത്തിനായി ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ചില ചരിത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഓരോ വീടുകളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ഓരോ കുട്ടികളുടെയും ഇരു കവിളുകളിലും ചുംബിക്കുകയും അവരെ തലോടുകയും ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളെ റസൂൽ ചുംബിക്കുകയും തലോടുകയും ആ രൂപത്തിൽ ഞങ്ങളോട് ഇടപഴകുമ്പോൾ ഒരു തണുപ്പും സുഗന്ധവും അനുഭവപ്പെടുന്ന ഒരു പ്രതീതി ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ, തന്റെ ചുറ്റിലും കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു അസ്വസ്ഥതയോ ഒരു പ്രയാസമോ അല്ല, അവരുടെ കൂടെ നിന്നുകൊണ്ട് കളിക്കുന്ന റസൂലിനെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായും വരുന്ന പ്രശ്നങ്ങൾ, അതിനെ റസൂൽ കൈകാര്യം ചെയ്ത രീതിയെയും ചരിത്രത്തിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ റസൂലിനോട് ഒരു കാര്യം പറയാൻ റസൂലിന്റെ അടുത്തേക്ക് വന്നതായിരുന്നു. ആ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹയുടെ കുട്ടിയുമായിട്ടായിരുന്നു റസൂലിന്റെ അടുത്ത് വന്നത്. സ്വാഭാവികമായും റസൂലിന്റെ പ്രകൃതം വെച്ച് ആ കുട്ടിയെ റസൂൽ എടുത്ത് മടിയിൽ വെക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ തലോടുന്നതിനിടയിൽ ആ കുട്ടി മൂത്രമൊഴിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ മടിയിൽ ഒരു കുട്ടി മൂത്രമൊഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ ഉന്നത പദവികളിലുള്ളവരാണെങ്കിൽ അവർക്ക് നീരസമുണ്ടാകും, അല്ലെ? ഏതെങ്കിലും രൂപത്തിൽ ആ നീരസം പ്രകടിപ്പിക്കുന്നതൊക്കെയാണ് നമ്മൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ സാധിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് അത് തളിച്ച് അത് ഒഴിവാക്കി ബാക്കി ആ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിക്കൊണ്ട് അവരെ ഡീൽ ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് കുട്ടികളാകുമ്പോൾ വികൃതികൾ ഉണ്ടാകും. വികൃതികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനേജ് ചെയ്തതും ചരിത്രത്തിൽ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അൻസാരികൾ ഒരു കുട്ടിയെ റസൂലിന്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. ആ കുട്ടി ചെയ്ത വികൃതി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഈന്തപ്പനകൾക്ക് ഈ കുട്ടി കല്ലെറിയും എന്നുള്ളതായിരുന്നു പരാതി.
ആ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തിനാ മോനെ നീ ഈന്തപ്പനകൾക്ക് കല്ലെറിയുന്നത്? അപ്പൊ കുട്ടി പറയാണ്, എനിക്ക് വിശന്നിട്ടാണ്, വിശന്നതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കല്ലെറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശകാരിക്കുകയല്ല, മറിച്ച് നീ ഇനി മുതൽ കല്ലെറിയാൻ പാടില്ല, താഴെ വീണ ഈന്തപ്പഴങ്ങൾ അത് നിനക്കുള്ളതാണ്, അത് നീ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശപ്പിനും ദാഹത്തിനും പരിഹാരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്തുകൊണ്ട് ആ കുട്ടിയെ സ്നേഹത്തോടുകൂടി പറഞ്ഞയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസിൽ റസൂലും അതുപോലെ തന്നെ അനുചരന്മാരും അവരുടെ കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ഒരു സാഹചര്യത്തിൽ ഉമർ ബിൻ സലമ റളിയല്ലാഹു അൻഹു അന്ന് ചെറിയ കുട്ടിയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നും മാംസം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാരി വലിച്ച് കഴിക്കുന്ന ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അപ്പോൾ ആ കുട്ടിയോടും റസൂൽ അടുത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലി, നീ നിന്റെ മുമ്പിലുള്ളത് കഴിക്കുക മകനെ എന്ന് പറഞ്ഞ് തലോടിക്കൊണ്ട് അത് തിരുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ഒരു സംഭവത്തിന് ശേഷം ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഭാഗം മാത്രം കഴിക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു തിരുത്തൽ മാറുകയുണ്ടായി എന്നുള്ളതാണ്. പലപ്പോഴും ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ തിരുത്തുന്ന രീതി കണ്ടാൽ ഇനി അവരെങ്ങാനും ജീവിതകാലം മുഴുവൻ ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കുന്ന രൂപത്തിലേക്ക് അവർക്കൊരു റിബൽ മെന്റാലിറ്റി ഉണ്ടാകുന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ തിരുത്തെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയൊരു കാര്യം തിരുത്തിയപ്പോ ജീവിതകാലം മുഴുവൻ അതിന്റെ സ്വാധീനം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് അത് അനുഭവിച്ച കുട്ടികൾ തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണുകയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളെ ഏതെങ്കിലും രൂപത്തിൽ പറ്റിക്കുന്ന അല്ലെങ്കിൽ അവരോട് നുണ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കം റസൂലിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികളെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് ഗൗരവത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ കുട്ടികളെ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇതാ ഒരു സമ്മാനം തരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, ശരിക്കും നിങ്ങൾ എന്തെങ്കിലും സമ്മാനം അവർക്ക് കരുതി വെച്ചിട്ടുണ്ടോ, അതല്ല വെറുതെ പറയുന്നതാണോ? അപ്പോൾ അവർ പറയുകയാണ്, കുറച്ച് ഈത്തപ്പഴം കൊടുക്കാമെന്ന് കരുതി തന്നെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു കളവ് രേഖപ്പെടുത്തും എന്നുള്ള ഒരു കാര്യം അവിടെ തിരുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും മക്കളുടെ വിഷയത്തിൽ നീതി നടപ്പിലാക്കുന്ന വിഷയത്തിലും റസൂലിന്റെ വളരെ കർശനമായ തിരുത്തുകൾ ചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ആൺകുട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മടിയിലേക്ക് ആ ആൺകുട്ടിയെ മടിയിൽ ഇരുത്തുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പെൺകുട്ടി ഓടി വരുന്നത്. അപ്പോൾ ആൺകുട്ടി മടിയിലുണ്ട്, അപ്പൊ പെൺകുട്ടിയെ അടുത്തിരുത്തുകയാണ്. 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. ആൺകുട്ടി വന്നപ്പോൾ മടിയിലിരുത്തി, പെൺകുട്ടി വന്നപ്പോൾ മടിയിൽ ഓൾറെഡി കുട്ടി ഉള്ളതുകൊണ്ട് അടുത്തിരുത്തി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹല്ല അദൽത ബൈനഹും, അവർക്കിടയിൽ നീതി ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? എന്നാലോചിച്ച് നോക്കുക, വലിയ അനീതിയോ വേറെ കാര്യങ്ങളൊന്നല്ല ചെയ്തത്. ഒരു പെൺകുട്ടി വന്നപ്പോൾ അടുത്തിരുത്തി, ആൺകുട്ടി വന്നപ്പോൾ മടിയിലിരുത്തി, ഇത് മാത്രമാണ് ചെയ്തത്. അവിടെ റസൂലിന്റെ ഗൗരവകരമായ ചോദ്യം, അല്ല അദൽത ബൈനഹും, അവരുടെ ഇടയിൽ നീതി ചെയ്യണം നിനക്കറിയില്ലേ? നിന്റെ 2 മക്കളാണെങ്കിൽ, അത് ആണും പെണ്ണുമാണെങ്കിലും, ആണിനെ മടിയിലും പെണ്ണിനെ അടുത്തു ഇരുത്തുക എന്നുള്ളിടത്ത് തന്നെ അനീതി അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്, അതൊരിക്കലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ പെൺകുട്ടികളെ പരിഗണിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, അത് ഭക്ഷണത്തിന്റെ പേരിലാകട്ടെ, അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നതിന്റെ പേരിലാകട്ടെ, അവരെ പരിഗണിക്കുന്ന വിഷയത്തിലാകട്ടെ, ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര വലിയ അനീതികളായിരിക്കും ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്നുണ്ടാവുക. അവിടെയാണ് റസൂലിന്റെ മാതൃകയിലേക്ക് തിരിച്ചു നടക്കേണ്ടത്. അല്ല അദൽത ബൈനഹും എന്നുള്ള റസൂലിന്റെ ചോദ്യം. പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള വീടുകൾ ഇല്ല, രക്ഷിതാക്കളെല്ലാവരും സ്വയം ചോദിക്കേണ്ടത് ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു തരത്തിലും അനീതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മഹദിയായ അംറ റളിയല്ലാഹു അൻഹ, അവർ ഭർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, മകൻ നുഅ്മാന് ഒരു സമ്മാനം കൊടുക്കണം.
ആ സമ്മാനം കൊടുക്കേണ്ടത് അവിടെയുള്ള അവരേറ്റവും ഇഷ്ടപ്പെടുന്ന റസൂല് തന്നെ ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം. അങ്ങനെ അവരുടെ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ റസൂല് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റു മക്കളില്ലേ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഒരുപാട് മക്കളുണ്ടായിരിക്കെ ഒരു മകന് മാത്രം സമ്മാനം കൊടുക്കാനാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ അനീതിക്ക് നിങ്ങൾ എന്നെ കൂട്ടാക്കരുത് എന്ന് റസൂൽ പറയാം. ഒരുപാട് മക്കളുണ്ടാകുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കുമ്പോൾ അത് അനീതിയാകുമെന്നും അത് പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ തന്നെ കാണാൻ സാധിക്കും. സമ്മാനിക്കുമ്പോൾ തുല്യത പാലിക്കണം എന്നാണ് ഫിഖ്ഹിലുള്ള ചർച്ച. എവിടെയാണെന്ന് ചോദിച്ചാൽ ജീവിത നാളിൽ ഹദിയ നൽകുകയാണെങ്കിൽ അവിടെ തുല്യത നിർബന്ധമാണ് ഇസ്ലാമിൽ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അല്ല, വിവിധ മക്കളാണെങ്കിലും അവർ പരസ്പരം തമ്മിലാണെങ്കിലും ജീവിത നാളിൽ ഹദിയ കൊടുക്കുമ്പോൾ, സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കിടയിൽ തുല്യത വേണമെന്ന് ഈ ഹദീസിനെ അടക്കം വിശദീകരിച്ചുകൊണ്ട് ഫിഖ്ഹി പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ജീവിത ചെലവിന്റെ വിഷയത്തിൽ തുല്യത ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ നീതിയാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യം. കാരണം പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവ്, അവര് കല്യാണം കഴിച്ചു പോയാൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ നിലക്ക് ആൺകുട്ടിക്ക് ഒരു പക്ഷെ കൂടുതൽ ചെലവ് ആവശ്യം ഉണ്ടായേക്കാം. പക്ഷേ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അവിടെ അനീതി ഉണ്ടാകാൻ പാടില്ല, തുല്യത നിർബന്ധമായിരിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ഹദിയകൾ കൊടുക്കുമ്പോൾ, സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ബൈഹഖി റിപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആർക്കായിരിക്കണം കൊടുക്കേണ്ടത്? പെൺകുട്ടികൾക്കായിരിക്കും കൊടുക്കേണ്ടത്. സമ്മാനങ്ങൾ കൊടുക്കുന്നിടത്ത് എവിടെയെങ്കിലും ചെറിയ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾക്കായിരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ചു തരുന്ന മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇത് ഏത് കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കണം. പെൺകുട്ടികൾ ജനിക്കുന്നത് തന്നെ ഒരു അപശകുനമായി കണ്ടിരുന്ന, പല ഗോത്രങ്ങളിലും പെൺകുട്ടി ജനിച്ചാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ജീവിക്കാൻ അനുവാദമുണ്ട്, അല്ലെങ്കിൽ അവർ ജീവിച്ചോട്ടെ എന്ന് പറയല്ല, മറിച്ച് ഒരു തരത്തിലുള്ള അനീതിയും അവർക്ക് തോന്നുക പോലും സാധ്യമല്ല, പാടില്ല എന്ന രൂപത്തിലേക്ക് അവരെ പതിയെ മാറ്റിയെടുക്കുന്ന റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് റസൂലിന്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ്, 3 പെൺമക്കൾ ഉണ്ടാവുകയും അവർക്കെല്ലാവർക്കും അഭയവും സംരക്ഷണവും കാരുണ്യവും നൽകിക്കൊണ്ട് നിങ്ങൾ അവരെ വളർത്തിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഒരു സ്വഹാബി ചോദിക്കാണ്, എനിക്ക് 2 പെൺമക്കളാണ് എങ്കിൽ 2 പെൺമക്കൾ ഉള്ള പിതാക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ അവർക്ക് നരകത്തിൽ നിന്നുള്ള അവർക്കുള്ള ഒരു മറയായി ഈ പെൺമക്കൾ മാറും എന്ന് പഠിപ്പിക്കുന്ന റസൂലിന്റെ അധ്യാപനത്തെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുക, നമ്മുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിലേക്ക് അവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ അനീതികൾ ഉണ്ടോ, തുല്യത ഇല്ലായ്മയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ റസൂലിന്റെ മാതൃകയിലേക്ക് തിരിച്ചു നടന്നുകൊണ്ട് അത് തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഴിവിന്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. കുട്ടികളോടുള്ള റസൂലിന്റെ പെരുമാറ്റം അത് കണ്ടുകൊണ്ട്, അത് മാതൃകയാക്കിക്കൊണ്ട് സ്വഹാബത്ത് ആ രീതിയിൽ ഒരു സമൂഹം കെട്ടിപ്പടുത്തപ്പോൾ കുട്ടികളോട് ബഹുമാനം ഉള്ള ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാഹചര്യത്തിൽ ഉണ്ടായി വന്നത് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സലഫുകളായ ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, വലിയൊരു വിരുന്ന് നടക്കുകയാണ്. നമുക്കറിയാം, അറബികളായ ആളുകൾ വലിയ ഒരു പാത്രത്തിലാണ് അവർ ഭക്ഷണം വിതരണം ചെയ്യുക. അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്ത് തുടങ്ങുന്ന ഒരു സദസ്സിൽ ഇടതുഭാഗത്ത് വലിയ വലിയ നേതാക്കന്മാരായ മശായിഖുമാരുണ്ട്, അതുപോലെ തന്നെ വലതുഭാഗത്ത് ഒരു കുട്ടിയുമുണ്ട്.
സ്വാഭാവികമായും ഇസ്ലാമിക നിയമപ്രകാരം വലതുഭാഗത്ത് കൂടിയാണ് ആ ഭക്ഷണം കൊടുത്തു തുടങ്ങേണ്ടത്. അവിടെ സ്വഹാബത്ത് അവിടെ ചോദിക്കുകയാണ് ആ കുട്ടിയോട് ഒരു പെർമിഷൻ ആയിക്കൊണ്ട്. ഇസ്ലാമിന്റെ അധ്യാപനം വലതുഭാഗത്ത് നിന്ന് തുടങ്ങണമെന്നാണ്. പക്ഷെ ഇവിടെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, അവർക്കാദ്യം കൊടുത്തോട്ടെ എന്നൊരു കുട്ടിയോട് പെർമിഷൻ ചോദിക്കുന്ന ഒരു അവസ്ഥ ഇസ്ലാമിക സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലോചിച്ച് നോക്കുക, ആ രൂപത്തിലേക്ക് കുട്ടികളോടുള്ള പെരുമാറ്റം ഇത്രമേൽ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് എന്ന് റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതിന്റെ ഒരു അനുരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവസാനം സംഭവിച്ചത് ആ കുട്ടി പെർമിഷൻ കൊടുത്തില്ല. വലിയ നേതാക്കന്മാരാണ് ഇടതുഭാഗത്തുള്ളത്, പക്ഷേ വലതുഭാഗത്തുള്ള കുട്ടി പെർമിഷൻ കൊടുത്തില്ല. അങ്ങനെ ആ കുട്ടിയിലൂടെ തുടങ്ങി വലതുഭാഗത്തൂടെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ഉടച്ചു വാർക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു മൂല്യത്തെക്കുറിച്ചും ചിന്തയില്ലാത്ത, തുല്യതയെക്കുറിച്ച് ആലോചനയില്ലാത്ത, പെൺകുട്ടികളോട് കാണിക്കേണ്ടുന്ന സമീപനത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു സമൂഹത്തെ ഉടച്ചു വാർത്തുകൊണ്ട് അത്രമേൽ ഗൗരവകരമായി കുട്ടികളോടുള്ള അവകാശങ്ങൾ ആ നിലക്ക് പരിഗണിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ ആ സമൂഹത്തിന്റെ തുടർച്ചയായി മുസ്ലിം ഉമ്മത്താണെന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, പല സമൂഹങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ ആ മൂല്യങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ റസൂലിന്റെ ഓരോ മേഖലയിലുമുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അതിനുള്ള തിരുത്തായി നാം ഇത്തരം കാര്യങ്ങൾ കാണുകയും ആ രൂപത്തിൽ എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ പരമാവധി നന്നാക്കാൻ ശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ, നീ എല്ലാ രോഗങ്ങളും പരിപൂർണമായി ശിഫയാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു സഹോദരൻ ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു രോഗം, ആ ഒരു പ്രയാസങ്ങൾ നീ പൂർണ്ണമായി നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിരപരാധികളായ ഒരുപാട് ആളുകൾ ജയിലുകളിലാണ്. റബ്ബേ, അവരുടെ മോചനം നീ സാധ്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പല ആളുകളുടെയും ജോലികളെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. റബ്ബേ, അല്ലാഹുവേ, എല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അധിനിവേശ ശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ അവരെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ അവരെ ഇല്ലാതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. റബ്ബേ, അവരുടെ കൈ നീ പിടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കളോടും സമൂഹത്തോടും കുടുംബത്തോടും ഇണയോടുമെല്ലാമുള്ള കടമകളിലും കടപ്പാടുകളിലും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ യാ റഹ്മാൻ, അല്ലാഹുമ്മ യാ മാലികുൽ മുലൂക്, യാ അസീസ്, യാ ജബ്ബാർ, انصر اخواننا في فلسطين، انصر اخواننا المسلمين المجاهدين في فلسطين يا رب العالمين، انصر اخواننا في كل مكان يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.